പക്ഷേ മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ തീക്കൊള്ളി കൊണ്ട് തലചൊറിയാനാണ് ശ്രമിച്ചത് നിങ്ങളുടെ മാധ്യമത്തിൽ. നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്തതാണ് മാറാണ പോലെയുള്ള കലാപം. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ UDF ഭരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും, ജനങ്ങളാലും ജനങ്ങൾക്ക് മാത്രം വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കും. ഇന്നത്തെ ഇവരുടെ പ്രസ്താവന കൂടി കൂട്ടി വായിച്ചാൽ അർഹതയുള്ളവർക്കല്ല ജോലി, പിൻവാതിലൂടെ സ്വന്തക്കാർക്ക്, ബന്ധുക്കൾക്ക്, പാർട്ടി സഖാക്കൾക്ക് മാത്രമേ ജോലി നിങ്ങൾ കൊടുത്തിട്ടുള്ളൂ 10 കൊല്ലക്കാലം. ആദ്യമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് തിളക്കമാർന്ന വിജയം നേടിത്തന്ന കോഴിക്കോടിന്റെ പൗരാവലിക്ക് ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയും നന്ദി രേഖപ്പെടുത്താൻ ആദ്യമായിട്ട് ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് ഉണ്ടായ കാലം മുതൽ ഇത് കുത്തകയാക്കി വച്ചിരുന്ന CPM-നെ ഇടതുപക്ഷ മുന്നണിയെയും കനത്ത പ്രഹരം നൽകിക്കൊണ്ടാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് UDF ഇപ്രാവശ്യം തിരിച്ചു. ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളിൽ ജയിച്ചു. കോർപ്പറേഷൻ ജയിച്ചു എന്ന് പറയാൻ LDF-നെ നാണിക്കേണ്ടി വരുമെന്നുള്ളതാണ് സാഹചര്യം. അല്പം നാളെ ഉണ്ടെങ്കിൽ അവർ പറയില്ല കോഴിക്കോട് കോർപ്പറേഷൻ അവർ ജയിച്ചു. ജയിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കോഴിക്കോട് കോർപ്പറേഷനിൽ BJP-യുടെ സീറ്റ് വർദ്ധിച്ചതിന് ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് CPM-ഉം കേരള സർക്കാരുമാണ് എന്നുള്ളത് വാർഡുകളിൽ കാണിച്ചു കൊടുക്കുക. ഇത് കോഴിക്കോട് മാത്രമല്ല, തിരുവനന്തപുരത്തും ഇത് തന്നെയായിരുന്നു. അപ്പൊ ഈ വാർഡുകൾ വെട്ടിമുറിച്ച് UDF-നെ എങ്ങനെ പരാജയപ്പെടുത്താൻ കഴിയും എന്നുള്ള പരീക്ഷണം മുഴുവൻ നടത്തി BJP ജയിച്ചാലും UDF തോൽക്കണം എന്ന ചിന്തയോടുകൂടി നിങ്ങൾ നടത്തിയ വാർഡ് വിഭജനത്തെ അതിജീവിച്ചിട്ടാണ് കോഴിക്കോട് ഐക്യജനാധിപത്യം എന്ന് നേടിയിരിക്കുന്ന ഈ വൻ വിജയം എന്നുള്ളത് നിങ്ങളുടെ പരാജയത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. പറയട്ടെ, ഞാൻ ദീർഘമായ പ്രസംഗിക്കേണ്ട കാര്യങ്ങൾ നേതാക്കന്മാരുടെ നിലയുള്ളൂ. 3-4 പോയിന്റ് മാത്രമേ ഇവിടെ പറയാൻ ഉദ്ദേശിക്കൂ. ഇത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുള്ള ചിന്തയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രതിഫലിച്ചത്. ഐക്യജനാധിപത്യ പ്രവർത്തകര്, നേതാക്കളെ കഠിനമായി അധ്വാനിച്ചിട്ടുണ്ട്. ആ അധ്വാനത്തിന്റെ ഫലമാണ് ഈ റിസൾട്ട്. പക്ഷെ ഞാൻ തുറന്നു പറയട്ടെ, നമ്മുടെ അധ്വാനത്തിന്റെ ഫലത്തോടൊപ്പം തന്നെ തുടർഭരണം സമ്മാനിച്ച വേദനയുള്ള ജനങ്ങളുടെ യഥാർത്ഥമായ പ്രതികരണവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് കൂടാതെ മൂന്നാമതൊരു ഘടകം കൂടിയുണ്ട്. ഞാൻ ഇന്ന് രാവിലെ സാർജോ ഭൗമിക്ക് എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിന്റെ പ്രകാശനത്തിന് കണ്ണൂരിലുണ്ടായിരുന്നു. അദ്ദേഹം SFI കാരനായിരുന്നു ബംഗാളിലെ SFI നേതാവ് എന്ന നിലയിൽ പ്രസിഡൻസി കോളേജിലും കൽക്കത്ത യൂണിവേഴ്സിറ്റിയിലും ഒക്കെ തന്നെ SFI നയിച്ച നേതാവായത് അദ്ദേഹം പിന്നീട് ജേർണലിസ്റ്റായി. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഇന്ന് കണ്ണൂരിൽ മലയാള പരിഭാഷയാണ് പ്രകാശനം ചെയ്യുന്നത്. ആ പുസ്തകം ഒന്ന് വായിച്ചാൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് 30 വർഷക്കാലം ഭരണം നൽകിയതിലൂടെ ഒരു പാർട്ടിയുടെ ആശയപരമായ അധപ്പതനത്തിന്റെ ഒരുപാട് സാക്ഷ്യങ്ങൾ ആ പുസ്തകത്തിലുണ്ടായിരുന്നു. അവരുടെ ഭരണം മാഫിയ ഭരണമായി മാറുന്നത്, അവരുടെ ഭരണം ജനങ്ങളുടെ എതിരായിട്ടുള്ള ഭരണമായി മാറുന്നത്, അങ്ങനെ കൺമുന്നിലൂടെ കമ്മ്യൂണിസം വഴുതി വീണ് അധികാര കൊതിമൂത്ത കമ്മ്യൂണിസ്റ്റുകാർ ആ പാർട്ടിയെ പോലും കുഴിച്ചുമൂടത്തക്കവണ്ണമുള്ള നയങ്ങളുമായി മുന്നോട്ട് പോയെന്ന് അദ്ദേഹം അതിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അദ്ദേഹം ആ പുസ്തകം അവസാനിപ്പിക്കുന്നത് 2021 അദ്ദേഹം ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് പോയപ്പോൾ വലിയ കൊട്ടാരമാണ് അവിടെ ഓഫീസ്. അവിടെ
ആ ഓഫീസിൽ ചായ കുടിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ഓഫീസിൽ കാണാത്ത ഒരു ജാഗ്രതയും ഒന്നുമില്ലാതെ എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല എന്ന് നിസ്സംഗതയോട് കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് ആ പുസ്തകം അവിടെ അവസാനിക്കുന്നത്. ഇവിടെയും എനിക്ക് പറയാനുള്ളത് തുടർഭരണം എന്നുള്ളത് പാർട്ടിയുടെ ആശയങ്ങൾ വളരുകയല്ല. തുടർഭരണം എന്ന് പറയുന്നത് പാർട്ടിയുടെ ചിന്താഗതി വളരുകയല്ല. തുടർഭരണം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ഒരിക്കലും ചിന്തിക്കാത്ത വഴിയിലൂടെ ഈ പാർട്ടിയെ കൊണ്ടുപോകുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനും നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അടിപൊളിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. കാരണം അത്യാപത്തിൽ നിന്നും ആ പാർട്ടിയെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവൻ വോട്ട് മാറ്റിക്കുന്നത്. അത് തന്നെയാണ് 3 മാസം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പറയുന്നത്. ഈ പരാജയത്തിന്റെ പാഠം പഠിച്ചോ അവർ? ഈ പരാജയത്തിന്റെ പാഠം പഠിച്ചോ? ഈ പരാജയത്തിന് ശേഷം CPM-ന്റെ ഒരുപാട് റിയാക്ഷൻസ് നമ്മൾ കണ്ടു. ആ റിയാക്ഷൻസ് CPM സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, അവരുടെ കൺവീനർ പറഞ്ഞിട്ടുണ്ട്, സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. കോഴിക്കോട് പ്രസംഗിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് സത്യത്തില് ഞാൻ ഇന്ന് സാർവഭൗമികന്റെ പുസ്തകം വായിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയപരമായ പാപ്പരത്തിന്റെ തുടക്കം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിരാശയുണ്ടാകാം. മൂന്നാമത് ഭരണം കിട്ടാത്ത വണ്ണം കേരളം തങ്ങളെ തള്ളിപ്പറയുകയാണെന്ന് പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലൂടെ ബോധ്യപ്പെട്ടതിന്റെ നിരാശയിൽ നിന്നായിരിക്കാം. അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജയിക്കാൻ വേണ്ടിയിട്ടുള്ള കരകയറിൽ ഇപ്പൊ കുറെ കാലമായി ചങ്ങാത്തമുള്ള ഡൽഹിയിലെ രാജാക്കന്മാരെ സന്തോഷിപ്പിക്കാനായിരിക്കാം. പക്ഷേ മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ തീക്കൊള്ളി കൊണ്ട് തലചൊറിയാനാണ് ശ്രമിച്ചത് നിങ്ങളുടെ മാധ്യമത്തിൽ. നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്തതാണ് മാറാണ പോലെയുള്ള കലാപം. CP കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇരിക്കുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിൽ മതങ്ങൾ തമ്മിൽ മൈത്രി വേണം എന്നുള്ള തീരുമാനത്തിൽ ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്. അവരോടൊപ്പം എടുത്തു പറയാൻ പാണക്കാട് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും എന്തുമുണ്ടായിരുന്നു. CK മുഖ്യമന്ത്രിയായിരുന്നു ആ സന്ദർഭത്തിൽ. ആ കലാപം, നിർഭാഗ്യകരമായ കലാപത്തിലെ യഥാർത്ഥ പ്രതികളെ കൊണ്ടുവന്ന് അകത്താക്കാനും അത്തരമൊരു കലാപം പിന്നീട് ആവർത്തിക്കാതിരിക്കാനും വർഗീയത ആളിക്കത്തിക്കുകയല്ല, അതിനെ അവസാനിപ്പിക്കുകയാണ് എന്നുള്ള പ്രത്യയശാസ്ത്രത്തോടെ മുന്നോട്ട് പോകാനും ഐക്യജനാധിപത്യ മുന്നണി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വിസ്മരിച്ചിട്ടാണ് നിങ്ങൾ അന്ന് രാഷ്ട്രീയത്തിന്റെ കച്ചവടമായിട്ട് ഇവിടെ വന്നു. പിണറായി പറയുന്നു കേട്ടു, കുഞ്ഞാലിക്കുട്ടിയെ ഒഴിവാക്കിയിട്ടാണ് ആന്റണി വന്നത്. പിണറായി സർവരും കുഴപ്പം മാതൃഭൂമി അതിനെ കുറിച്ച് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പിണറായി അവിടെ ഒറ്റക്ക് പോയി, അവിടെ പോയപ്പോൾ തന്നെ നേരിടേണ്ടി വന്ന, അവിടെ പോയപ്പോൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന വലിയ പ്രതിഷേധത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു മുഖ്യമന്ത്രി നടത്തുന്ന പ്രസ്താവനയായിരുന്നു അത്? അദ്ദേഹം പറയാ UDF വീണ്ടും അധികാരത്തിൽ വന്നാൽ ബാലന്റെ പ്രസ്താവന, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരും. മിസ്റ്റർ പിണറായി എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല, ഞങ്ങൾ അധികാരത്തിലേക്ക് വരും. ആ യാത്രയിലാണ്. ജനങ്ങൾ അത് തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ UDF ഭരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും, ജനങ്ങളാലും ജനങ്ങൾക്ക് മാത്രം വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കും. അത് ജനങ്ങളുടേതായിട്ടുള്ള സർക്കാരുമായിരുന്നു. ആഭ്യന്തരം ഭരിക്കുന്നതും അതുപോലെ തന്നെ പൊതുമരാമത്ത് ഭരിക്കുന്നതും അതുപോലെ എല്ലാ വകുപ്പും ഭരിക്കുന്നതും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങൾ അന്ന് ഒരു കാര്യം കൂടെ തമാശക്ക് പറയാം. ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമെന്നാണ് ബാലൻ പറഞ്ഞത്. എന്തൊരു ബാലിശമായ പ്രസ്താവന. ജനാധിപത്യ മുന്നണി കൃത്യമായിട്ടുള്ള നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ്. ഞങ്ങളുടെ മുന്നണിയിൽ ആരൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ രഹസ്യമാക്കി വെക്കാറില്ല. ഞങ്ങളുടെ മുന്നണിയിൽ ആരൊക്കെ കൂടുന്നുണ്ടെന്ന് ഞങ്ങൾ രഹസ്യമാക്കി വെക്കാറില്ല. ഞങ്ങളുടെ മുന്നണിയിൽ ഇന്നിന്ന കക്ഷികളുടെ ആണത്തോടെ പറഞ്ഞ് മത്സരിക്കുന്നവരാണ് ഐക്യ ജനാധിപത്യ മുന്നണി. 96-നും
2006-ലും 2009-ലും ജമാഅത്തെ ഇസ്ലാമി തങ്ങൾക്ക് വോട്ട് നിന്ന് സഹായിച്ചതിന് പരസ്യമായി നന്ദി പ്രകടനം നടത്തിയിട്ടുള്ള ദേശാഭിമാനിയും CPM-ഉം കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും ഇപ്പോൾ വർഗീയത പടർത്തിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ഈ വിഷലിപ്തമായ പ്രചരണം അതാരെ സഹായിക്കുന്നു? നിങ്ങൾ സത്യത്തില് ബ്ലണ്ടറിൽ നിന്നും ബ്ലണ്ടറിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. കൂട്ടി കഴിഞ്ഞാൽ അങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. ആർക്ക് വേണ്ടിയിട്ടായിരുന്നു മുഖ്യമന്ത്രി ആ പ്രസ്താവന നടത്തിയത് എനിക്കത്തെ ആലോചിച്ചിട്ട് മനസ്സിലായില്ല. ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ മുഖ്യമന്ത്രി സത്യത്തിൽ ഞാൻ കേട്ടത് ഒരു സംഘപരിവാറിന്റെ സ്പോക്സ് പേഴ്സൺ സംസാരിക്കുന്ന പോലെയാണ് അന്ന് സാക്ഷാൽ പിണറായി വിജയൻ സംസാരിച്ചത് കഴിഞ്ഞ ദിവസം. ഇതാണ് ഞാൻ പറഞ്ഞത്, ആശയപരമായിട്ടുള്ള തകർച്ചയിലേക്ക് ആ പാർട്ടി ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്ന ലക്ഷണമാണ് ഇവിടെ കാണുന്നത്. ഞങ്ങൾ നിശ്ചയദാർഢ്യത്തോടെ പറയുന്നു, ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഉയരാൻ കൂടിയ പ്രതിജ്ഞാബദ്ധമാണ്. അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തുണ്ട്, ഇപ്പൊ UDF ഭരിക്കുന്നുണ്ട്. വരും നാളുകളിൽ കോഴിക്കോടിന്റെ എല്ലാ നിയമസഭാ സീറ്റും UDF ജയിച്ചാലും ആരും അത്ഭുതപ്പെടേണ്ടാത്ത വണ്ണമുള്ള രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ട് ഇവിടെ. പക്ഷെ കോഴിക്കോട് ഇല്ലാത്ത പലതുമുണ്ട്. അത് ഉണ്ടാക്കിയെടുക്കാൻ, കോഴിക്കോട് ജനതയുടെ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം ഉണ്ടാക്കാൻ മുന്നോട്ട് പോകും. ഇപ്പൊ തൊഴിലില്ലായ്മ ഏറ്റവും വലിയ പ്രശ്നമായി നമ്മുടെ നാട്. ഇപ്പൊ കേട്ട് ഇന്നലത്തെ വാർത്ത കേട്ടതെന്താണ്, താൽക്കാലികമായി നിയമിച്ചവരെയെല്ലാം സ്ഥിരപ്പെടുത്തണമെന്ന് CIT-യുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ച് പാർട്ടി ചെയ്യാൻ പോവുകയാണെന്നാണ്. ലക്ഷക്കണക്കായ ചെറുപ്പക്കാർ കേരളത്തിൽ ജോലിയില്ലാതെ കാത്തിരിക്കുക. നമ്മുടെ യുവാക്കൾ നാട് വിട്ട് പോകുന്നത് തന്നെ അർഹതപ്പെട്ടവന് ജോലി കിട്ടുന്ന സംവിധാനം ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ്. വീടുകളിൽ ചെറുപ്പക്കാരില്ല. അവര് പറയുന്നത് പഠിച്ചാൽ ജോലി കിട്ടാനില്ല, ജോലി കിട്ടിയാൽ ആവശ്യത്തിന് ശമ്പളവുമില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ഇവരുടെ പ്രസ്താവന കൂടി കൂട്ടി വായിച്ചാൽ അർഹതയുള്ളവർക്കല്ല ജോലി, പിൻവാതിലൂടെ സ്വന്തക്കാർക്ക്, ബന്ധുക്കൾക്ക്, പാർട്ടി സഖാക്കൾക്ക് മാത്രമേ ജോലി നിങ്ങൾ കൊടുത്തിട്ടുള്ളൂ. 10 കൊല്ലക്കാലം അർഹതയുള്ള ചെറുപ്പക്കാരന് കിട്ടിയിട്ടില്ല. ആ നിരാശയുള്ള ചെറുപ്പക്കാരെ വീണ്ടും തകർക്കാനുള്ള ഈ നീക്കം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾ നിരാശപ്പെടേണ്ട. 3 മാസം കഴിഞ്ഞാൽ ഐക്യജനാധിപത്യ മുന്നണി വന്നാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അർഹതപ്പെട്ടവന് ഇവിടെ മാന്യമായ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന ജോലിയെടുക്കാനുള്ള അതിനുള്ള വ്യവസായം നമ്മൾ ഉണ്ടാക്കും, അതിനുള്ള വിദ്യാഭ്യാസ നയം നമ്മൾ ഉണ്ടാക്കും. അതിനാവശ്യമായ നടപടികളുമായി നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ഇവിടെ ആ തമാശയായിട്ടുള്ള മെസ്സി വന്നപ്പോൾ കോഴിക്കോട് പ്രസംഗിക്കുമ്പോൾ കോഴിക്കോട് ഫുട്ബോൾ കമ്പമുള്ള നാടാണ്. മലബാറിന്റെ ശബ്ദത്തിലൊരു കേരളത്തിന്റെ തന്നെ ഫുട്ബോൾ സംസ്ഥാനം എന്ന് പറയാം കോഴിക്കോടിന് മലപ്പുറത്തേക്ക്. മെസ്സി വരുന്നതിനെ കുറിച്ച് ആലോചന വന്നപ്പോൾ കൊച്ചിയും തിരുവനന്തപുരത്തും പറയണം. പക്ഷെ ഇവിടെ ഫുട്ബോൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ഫുട്ബോൾ സ്റ്റേഡിയമിലാണ് അന്ന് കാണപ്പെട്ടത്. ഇവിടത്തെ കാര്യം മാത്രമല്ല, നമ്മുടെ ചെറുപ്പക്കാർക്ക് നന്നായി കളിക്കാൻ, നന്നായി വളരാൻ, അവർക്ക് കളിക്കളങ്ങളിൽ ഇതിഹാസം രചിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. നമുക്ക് UDF-ന്റെ ഒരു കാര്യം ഉറപ്പുവരാൻ ആഗ്രഹിക്കുന്നത്, ചെറുപ്പക്കാർക്ക് കളിച്ചു വളർന്നു വലുതായി മുന്നോട്ട് പോകാനുള്ള സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ കേരളത്തിൽ മുഴുവൻ ഉണ്ടാക്കുകയായിരിക്കും UDF. ഇത്തരം പോസിറ്റീവ് ചിന്തകൾ, വെറും നെഗറ്റീവ് അല്ല. നെഗറ്റീവ് നിങ്ങളാണ്. കേരളം ആഗ്രഹിക്കുന്ന ഒരു മാറ്റം പ്രദാനം ചെയ്യാൻ വേണ്ടി UDF നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. പീപ്പിൾസ് മാനിഫെസ്റ്റോവും അതിനോടൊപ്പമുള്ള ആക്ഷനുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അത് ആത്മവിശ്വാസം നൽകുന്നത് കോഴിക്കോടിലെ വിജയമാണ് എന്ന് അടിവരയിട്ട് ഞാൻ പറയുന്നു. CPM-ന്റെ പ്രചരണം എന്തായാലും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു കേരളത്തെ പടുത്തുയർത്താനുള്ള പ്രതിജ്ഞാബദ്ധമായ മതേതര മനസ്സുമായിട്ട് ചെറുപ്പക്കാരന്റെ ഭാവി ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ സുരക്ഷിതമായ നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള നയപരിപാടികളുമായി ഐക്യജനാധിപത്യ മുന്നണി നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതിന് കരുത്തായി പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ വിജയം നമുക്കുണ്ട്. ആ വിജയവും കരുത്തുമായി
കേരളം സമാനതകളില്ലാത്ത വിജയത്തിലൂടെ UDF മുന്നോട്ട് പോകും എന്നൊരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ മഹത്തരമായിട്ടുള്ള സംരംഭങ്ങൾക്ക് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഒരു കാര്യം മാത്രം അവസാനത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. മോഡിയുടെ നയം നമുക്കറിയാമല്ലോ. പാവപ്പെട്ടവനുള്ള യുദ്ധപ്രഖ്യാപനമാണ്. പാവപ്പെട്ടവനുള്ള കേന്ദ്ര സർക്കാരിന്റെയും നരേന്ദ്രമോദിയുടെയും യുദ്ധപ്രഖ്യാപനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി മൻരേഗയെ കൊല്ലാനുള്ള തീരുമാനം. നിങ്ങൾക്കറിയുമോ, കോഴിക്കോട് ജില്ലയിലെ പഞ്ചായത്തുകളെ സമ്പന്നമാക്കുന്ന പദ്ധതി ഏതാണ്? നിങ്ങളെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റുമാരായാൽ എനിക്കറിയാം, ഒരു പഞ്ചായത്തിൽ 7 മുതൽ 15 കോടി വരെ ഒരു വർഷം കൂലിയായിട്ട് മാത്രം കൊടുക്കുന്നു. ആലോചിച്ച്, ഒരു കൊച്ചു പഞ്ചായത്തിൽ പോലും 10 കോടി രൂപ കൂലിയായിട്ട് പാവപ്പെട്ടവരുടെ കയ്യിലേക്ക് ഡയറക്റ്റായി എത്തിക്കുന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. നിങ്ങൾക്ക് മഹാത്മാഗാന്ധിയോട് വൈരാഗ്യം ഉണ്ടാകാം, രാഷ്ട്രപിതാവിനെ അപമാനിക്കണമെന്ന് നിങ്ങൾക്ക് നിരന്തരമായ ആഗ്രഹം ഉണ്ടാകാം. രാഷ്ട്രപിതാവിനെ അപമാനിക്കാനുള്ളതിന്റെ പേരിൽ ലോകം കണ്ട ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന തൊഴിൽദാന പദ്ധതിയായിട്ടുള്ള തൊഴിലുറപ്പിനെ തകർക്കുകയാണ്. 100% കൂടി കേന്ദ്രം കൊടുത്തുകൊണ്ടിരുന്നതാണ്, അത് 60% ഡിമാൻഡ് ഡ്രിവൺ റൈറ്റ് ടു എംപ്ലോയ്മെന്റ് പ്രോഗ്രാമായിരുന്നു. നമ്മുടെ അവകാശമായിരുന്നു. ഒരു തൊഴിലാളിക്ക് തൊഴിൽ ചെയ്യണം തോന്നിയാൽ അത് അവർക്ക് അവകാശമായി കൊടുക്കണമെന്നാണ് നിയമത്തിൽ പറയുന്നത്. ഇത് UPയുടെ നിയമത്തിൽ പറയുന്നു. ആ അവകാശം എടുത്തു മാറ്റി. ഇത് ബഡ്ജറ്റ് ഓറിയന്റേഷനിലേക്ക് മാറ്റി. പണം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. മാത്രമല്ല, ഇത് പഞ്ചായത്തുകളായിരുന്നു തീരുമാനിച്ചുകൊണ്ടിരുന്നത്. എവിടെ ജോലി ചെയ്യണം, എങ്ങനെ ജോലി ചെയ്യണം, എന്താണ് കാര്യങ്ങൾ എന്ന് പഞ്ചായത്തിന്റെ അധികാരമായിരുന്നത്. പഞ്ചായത്തിന്റെ അധികാരം കവർന്നെടുത്ത് ഏതൊക്കെ പഞ്ചായത്തുകളിൽ തൊഴിലുറപ്പ് പദ്ധതി വേണമെന്ന് നോട്ടിഫിക്കേഷൻ നടത്തുന്ന അധികാരം കേന്ദ്ര സർക്കാരിന്റെ കയ്യിലേക്ക് അവർ കൊടുത്തു. ഈ നിയമത്തിലൂടെ ഫലത്തിൽ 2 കാര്യങ്ങളാണ്. പഞ്ചായത്തിന് നമ്മൾ കൊടുത്ത അധികാരങ്ങളെല്ലാം തിരിച്ചു പിടിക്കുന്നതിന്റെ കാര്യം. 2, ഈ പദ്ധതി ഇല്ലാതാക്കാൻ രാഷ്ട്രീയ വിവേചനം അനുസരിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്തത് ഈ പദ്ധതി ഇല്ലാതാക്കാനുള്ള പരിശ്രമം. ഫലത്തിൽ വരാൻ വേണ്ടി പോകുന്നത് തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ്. ഇതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് രാജ്യവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. കാർഷിക ബില്ല് പിൻവലിച്ചതുപോലെ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഭേദഗതി ഉണ്ടാക്കിയ ബില്ലും മോഡിയെ കൊണ്ട് പിൻവലിപ്പിച്ച് നമ്മൾ അടക്കമുള്ള ഉജ്ജ്വലമായ വാർഷികമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വിജയം നമ്മുടേതായിരിക്കും. ഇനിയുള്ള നാളുകൾ വിജയത്തോടൊപ്പം യാത്ര ചെയ്യാൻ ഒരു മനസ്സായി, ഒരു ശരീരമായി UDF ഐക്യത്തോടെ ഒറ്റക്കെട്ടായി ജനപക്ഷത്തു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.